മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ ശ്രീരംഗപട്ടണമാണ്. പിന്നെ ടിപ്പു സുൽത്താൻ വെടികൊണ്ട് വീണ സ്ഥലം അതെല്ലാം അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മോസ്ക് എന്ന് പറഞ്ഞാൽ ടിപ്പുവിൻ്റെ അച്ഛൻ ഹൈദരാലിക്കയുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് കെട്ടിയൊരു മോസ്കാണ്. ഈ കാണുന്ന സ്ഥലമാണ് ടിപ്പു സുൽത്താൻ്റെ ബോഡി കിടന്നത്. ബോഡി ഓഫ് ടിപ്പു സുൽത്താൻ വാസ് ഫൗണ്ട് ഹിയർ. അപ്പോൾ നമ്മൾ ടിപ്പു സുൽത്താൻ്റെ പാലസ് കാണാൻ വന്നതാണ്. പുരം ആ ഒരു ഹെറിറ്റേജ് സൈറ്റ് കണ്ടു. അടിപൊളി ഭംഗിയാണ് കേട്ടോ, കിട്ടില്ല. വണക്കം, ദിസ് ഈസ് ട്രാവൽ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ മൈസൂറിൽ നിന്നൊരു 12 കിലോമീറ്റർ മാറിയൊരു സ്ഥലത്താണ് വന്നത്. ശ്രീരംഗപട്ടണം എന്ന് പറയും. അപ്പോൾ ഇവിടെ 1-2 ഫേമസ് സ്ഥലങ്ങളും കാണാനൊക്കെ ഉണ്ട്. അപ്പം ശ്രീരംഗപട്ടണത്ത് ഞങ്ങൾ ആദ്യം വന്നത് ശ്രീരംഗസ്വാമി ടെമ്പിളാണ്. ശ്രീരംഗനാഥ സ്വാമി ടെമ്പിളാണ്. അവിടുത്തെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലോട്ട് പോകാനായിട്ട് പോവാണ്. അമ്പലത്തിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, ബട്ട് ഫ്രണ്ടിലുള്ള കുറച്ച് കാഴ്ചകളെ കാണിച്ചു തരാം. അതേപോലെ ശ്രീരംഗപട്ടണത്ത് ഒരുപാട് കാണാനുള്ളത് ടിപ്പുവിൻ്റെ സമ്മർ പാലസ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒന്ന് പോയി കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ അതിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോടൊപ്പം ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫാറ്റ് കപ്പ്. അപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്നതാണ് രംഗനാഥസ്വാമി ടെമ്പിളിൻ്റെ ഗോപുരം. ഇത് കടന്നു വേണം അകത്ത് ചെല്ലാനായിട്ട്. 2 സൈഡിലും ഒരുപാട് കടകളുണ്ട്. ഇളനീരും വെള്ളം കുടിക്കാനും പിന്നെ അതേപോലെ ചെരുപ്പ്, ബാഗ്, അങ്ങനെയുള്ള കുറച്ച് കൊച്ചു സാധനങ്ങൾ മേടിക്കാനുള്ള കടമുണ്ട്. പിന്നെ നമുക്ക് അകത്ത് കയറുമ്പോൾ ചെരുപ്പ് ഇവിടെ കൊടുക്കാനായിട്ട് ക്ലോക്ക് റൂമുണ്ട്. ചെരുപ്പ് കൊടുക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഇവിടെ വെളിയിൽ ഈ തുളസി മാലയും അല്ലാതെ ഇതൊക്കെ വിൽക്കുന്നുണ്ട്. മുല്ലപ്പൂ, കനകാമ്പരം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നവരുണ്ട്. അവിടെയാണ് ഫുട്വെയർ വിൽക്കുന്ന സ്ഥലം. അവിടെ ചെരുപ്പ് ഏൽപ്പിച്ചിട്ട് പോകാം. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. നമ്മുടെ ശ്രീരംഗമില്ലേ, അതേപോലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ശ്രീരംഗപട്ടണത്തെ ശ്രീരംഗനാഥ സ്വാമി ടെമ്പിള്. അപ്പം ഈ ശ്രീരംഗനാഥസ്വാമി ടെമ്പിളും നമ്മുടെ ശ്രീരംഗത്തുള്ള ശ്രീരംഗസ്വാമി ടെമ്പിളും ഒക്കെ ആയിട്ട് എന്തോ കണക്ഷൻ ഉണ്ട്. ഒരു ഹിസ്റ്ററി ഒത്തിരി പഴയ, അതായത് എനിക്ക് തോന്നുന്നു 984 സിയിലൊക്കെ കൺസ്ട്രക്ട് ചെയ്തൊരു അമ്പലമാണ്. അത്രയും വലിയ അമ്പലമാണ്. അപ്പോൾ അമ്പലത്തിനകത്ത് പോയി തൊഴുത് വന്നിട്ട് അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. അത് ക്യാമറയും ഫോട്ടോ ഒന്നും അലൗഡ് അല്ല. പിന്നെ സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കാം, 50 രൂപയാണ്. അപ്പോൾ കയറി തൊഴുതിട്ട് വന്ന് അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ടെമ്പിളിൽ കയറി തൊഴുത് വന്നു. അകത്ത് ശ്രീരംഗനാഥ സ്വാമി ടെമ്പിൾ, അതായത് അകത്ത് നല്ല ക്യൂ ഉണ്ട്. വളഞ്ഞ് അകത്ത് പോകാനായിട്ട്. പിന്നെ നരസിംഹമൂർത്തിയുടെ ഒരു ഇതുണ്ട്. പിന്നെ അതേപോലെ ഹനുമാൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ മെയിൻ പ്രതിഷ്ഠ പറഞ്ഞത് രംഗനാഥസ്വാമി ആണ്. അപ്പം അവിടെ ഫ്രണ്ടിൽ ഒരു 3 വിഗ്രഹവും ബാക്കിൽ രംഗനാഥസ്വാമി കിടക്കുന്ന ഒരു പോസ്റ്ററുണ്ട്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കാണും പോലെയാണ് അകത്ത് തൊഴാനുള്ളത്. നല്ല അമ്പലമാണ്. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. കാര്യം പണ്ടത്തെ ആർക്കിടെക്ചറാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയും പിന്നെ അവിടെ കയറുമ്പോൾ ഭയങ്കര ഒരു ഓറയാണ്, ഒരു പോസിറ്റീവ് ഓറ എന്നൊക്കെ പറയുന്നത് അതേപോലെയാണ്. അപ്പം മൈസൂറൊക്കെ വരുന്നവർ മൈസൂർ ഒരു 12 കിലോമീറ്റർ വന്നാൽ ശ്രീരംഗപട്ടണം ടൗണെത്തും. അവിടെ ഫേമസ് ആണ് ഈ ഒരു അമ്പലം. ഇത് വന്ന് കാണേണ്ടതാണ്. അപ്പം ശ്രീരംഗപട്ടണത്ത് വന്നാൽ ഇനി കാണാനുള്ളത് ടിപ്പുവിൻ്റെ ഒരു സമ്മർ പാലസ് ഉണ്ട്. അപ്പം ഇനി അങ്ങോട്ടാണ് പോകുന്നത്. അതെവിടെയാണെന്ന് കണ്ടെത്തണം. ഒരുപാട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും ഒക്കെയുണ്ട്. പിന്നെ ഒരുപാട് കടകളുണ്ട്. ഇളനീര് കുടിക്കാൻ കടകളുണ്ട്. അതേപോലെ ചെറിയ കുഞ്ഞു സ്നാക്സ് കഴിക്കാനുള്ള കടകളുണ്ട്. അങ്ങനെ എല്ലാ കടകളുമുള്ള വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് പോലത്തെ ഒരു സ്ഥലമാണ് ഈ ഒരു അമ്പലത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്ത് പോയിട്ട് കാണാം കേട്ടോ. ഈ അമ്പലം ശരിക്കും നമ്മുടെ റെയിൽവേ സ്റ്റേഷന് വളരെ അടുത്താണ്. ശ്രീരംഗപട്ടണം റെയിൽവേ സ്റ്റേഷന് അടുത്താണ്. ശ്രീരംഗപട്ടണം റെയിൽവേ സ്റ്റേഷന് വളരെ അടുത്താണ്. ഇതിന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് വിജയനഗര ആർക്കിടെക്ചറും ഹോഷ്യാല ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ട് 2 ആർക്കിടെക്ചർ ഒരു ബ്ലെൻഡാന്നാണ് പറയുന്നത്. പിന്നെ ഇത് 817 CEയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആലോചിച്ചൊക്കെ എത്ര വർഷം പഴക്കമുള്ള അമ്പലമാണ്. അതേപോലെ തന്നെ ഇത് വിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള ശ്രീരംഗനാഥന്റെ ഒരു ക്ഷേത്രമാണ്. കർണാടകയിലെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ടെമ്പിൾസ് ആണ്. പിന്നെ അതേപോലെ ഈ വൈഷ്ണവ ക്ഷേത്രങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട സൗത്ത് ഇന്ത്യയിലെ ഒരു ക്ഷേത്രമാണ്. ഇത് മാണ്ഡ്യ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ശ്രീരംഗപട്ടണത്ത് നമ്മൾ മൈസൂരിൽ ഒരു 12 കിലോമീറ്ററേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ. അപ്പം ഇവിടെയും കുറച്ച് ടെമ്പിൾ അല്ലാതെ കുറച്ച് കാര്യങ്ങൾ കാണാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ പോകാനായിട്ട് ഇതാണ് സമ്മർ പാലസ്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ക്ലോക്ക് റൂമൊക്കെ ഉണ്ട്. ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അകത്തേറാം. അപ്പോൾ നമ്മളിതാ സമ്മർ പാലസ് കാണാനായിട്ട് പോവാണ്. ഇതൊരു വേൾഡ് ഹെറിറ്റേജ് ഡേ ആണ്. ഇന്ന് വേൾഡ് ഹെറിറ്റേജ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്നിവിടെ ഫ്രീ ആണെന്ന് തോന്നുന്നു കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിലൂടെ ആരെയും കണ്ടല്ലോ. ഇവിടെ ചോദിച്ചപ്പോൾ ഇന്ന് ടിക്കറ്റ് എടുക്കേണ്ടെന്ന് പറഞ്ഞു. ദ വേൾഡ് ഹെറിറ്റേജ് ഡേ. ഓൾ ആർ വെൽക്കം. ഫ്രീ എൻട്രി ഫോർ ഓൾ
ഒക്കേഷൻ ഓഫ് വേൾഡ് ഹെറിറ്റേജ് ഡേ ആയതുകൊണ്ട് ഇന്നിവിടെ ഫ്രീ ആണ് കേട്ടോ. യെസ്, അപ്പം നമ്മൾ മെയിൻ എൻട്രൻസ് അകത്ത് കയറി അങ്ങ് സ്ട്രീറ്റ് അവിടെ കാണുന്നതാണ് നമ്മുടെ സമ്മർ പാലസ് കേട്ടോ. പിന്നെ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ചെറിയ ചെറിയ എന്തൊക്കെ ടോംസ് ഉണ്ട്, പിന്നെ വാഷ്റൂംസ് ഉണ്ട്. നമുക്ക് എന്തായാലും മെയിൻ സമ്മർ പാലസിനോടെ പോയി ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ സമ്മർ പാലസിനകത്തോട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടിപ്പുവിൻ്റെ സമ്മർ പാലസ് എല്ലാം കണ്ടുവന്നു. ഭയങ്കര രസമാണ്. അകത്ത് നല്ല പെയിൻറ്റിങ്സ് ആണ്. അതുമാത്രമല്ല വാളിലിരിക്കുന്ന പെയിൻറ്റ് വർക്കൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ അകത്ത് വീഡിയോഗ്രാഫി അലൗഡല്ല. പിന്നെ ടിപ്പുവിൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്ന ടേബിള്, ചെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ പണ്ടത്തെ ആർമേഴ്സ്, ഗൺസ്, സ്വാഡ്, നൈഫ് അതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ടിപ്പുവിൻ്റെ ഒരു സിൽക്ക് ഡ്രസ്സ്. അപ്പം ശ്രീരംഗപട്ടണത്തിൽ വന്നാൽ സമ്മർ പാലസ് കൂടെ കാണുക. മസ്റ്റ് ട്രൈ ആണ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ ശ്രീരംഗപട്ടണമാണ്. പിന്നെ ടിപ്പു സുൽത്താൻ വെടികൊണ്ട് വീണ സ്ഥലം അതെല്ലാം അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. തോക്കുണ്ട് അതും. അപ്പം നമ്മുടെ ഈ ശ്രീരംഗപട്ടണത്തെ മെയിൻ സ്ഥലങ്ങൾ അവരിവിടെ വെച്ചിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടെന്ന്. ഒബ്ലിസിൽക്ക്, കേണൽ ബാലി ഡങ്കിയോൺ, രംഗനാഥസ്വാമി ടെമ്പിൾ, ലാൽ മഹൽ, ടിപ്പു പാലസ്, സ്പോട്ട് വെയർ ടിപ്പു ബോഡി വാസ് ഫൗണ്ട്, തോമസ് ഇൻഹംസ് ഡൺഗൺ, ജുമാ മസ്ജിദ്, ദരിയ ദൗലത്ത് ബാഗ് ഗുംബസ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ദരിയ ദൗലത്താണ്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ ഇവിടെ കാണാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കവർ ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്ത് വന്നത് ഗുംബസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗുംബസ്. അപ്പോൾ ഇതിനകത്തോട്ട് കയറാം, എന്താണെന്ന് നോക്കാം ഈ ഗുംബസ് എന്താണ്. നമ്മൾ അടുത്തടുത്താണ് കേട്ടോ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടും. അപ്പോൾ നമ്മളിവിടെ കയറി എന്താണെന്ന് കണ്ടിട്ട് വരാം. ഇതൊരു മോസ്കാണ് കേട്ടോ. ഈ ഒരു മോസ്ക് എന്ന് പറഞ്ഞാൽ ടിപ്പുവിൻ്റെ അച്ഛൻ ഹൈദരാലിക്കയുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് കെട്ടിയൊരു മോസ്കാണ് ഈ ഒരു ഗംബസ് എന്ന് പറഞ്ഞ ഈ ഒരു പള്ളി. ഒരു പള്ളിയാണ് കേട്ടോ, മുസ്ലിം പള്ളിയാണ്. കല്ലൊക്കെ നല്ല ചൂടാണ് കേട്ടോ, തിളച്ച് കിടക്കുന്ന കല്ലാണ്. രക്ഷയില്ലാത്ത ചൂട്. പള്ളിയിൽ അവിടെ എന്തോ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഖബറാണ് കേട്ടോ അവിടെ. बहुत बड़ा अलविया है। यहाँ सूर्य को गलत तरीके से जो माल इकट्ठा करने की जद्दोजहद कोशिश करते हैं उसको हमने अलग नाम दे दिया। उसको हमने अलग नाम देकर के उसको हम इस्तेमाल करते हैं। तो मेरे मोहतरम, नाम के बदल देने से सूद हलाल नहीं। അപ്പോൾ നമ്മൾ അടുത്ത് വന്നത് ആ ഒരു ഗംബസിൻ്റെ അവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ വന്നാൽ ത്രിവേണി സംഗമം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. ഇത് കാവേരിയാണ് ഈ ഒഴുകുന്നത്. ത്രിവേണി സംഗമം, എനിക്കൊന്ന് 3 നദികൾ ചേരുന്നൊരു സ്ഥലമായതുകൊണ്ടായിരിക്കും ത്രിവേണി സംഗമം എന്ന് പറയുന്നത് തോന്നുന്നു. പിന്നെ ഇവിടെ കുട്ടവഞ്ചി യാത്രയൊക്കെ ചെയ്യാം, കുട്ടവഞ്ചിയൊക്കെ ഉണ്ട്. ത്രിവേണി സംഗമമാണ് കേട്ടോ. ഇവിടെ അമ്പലവും പൂജ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. അത് കാല് നനയ്ക്കാൻ പോയി. അപ്പോൾ ഏതൊക്കെ നദികളാണ് ഇവിടെ നിന്ന് ചേരുന്നത് ചോദിക്കുന്നത്. കാവേരിയാണെന്നറിയാം. അപ്പോൾ ഇതാണ് ത്രിവേണി സംഗമം. ഈ കാണുന്ന സ്ഥലമാണ് ടിപ്പു സുൽത്താൻ്റെ ബോഡി കിടന്നത്. ബോഡി ഓഫ് ടിപ്പു സുൽത്താൻ വാസ് ഫൗണ്ട് ഹിയർ. അപ്പോൾ ആ ഒരു സ്ഥലം അവരിങ്ങനെ വൃത്തിയായിട്ട് കീപ്പ് ചെയ്തേക്കാണ്. ഒരു മോണുമെൻ്റ് ആണ്. ഈ ഒരു സ്ഥലമാണ് ജസ്റ്റ് ഇവിടെ നിന്ന് റോഡിൽ നിന്ന് കാണാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി അടുത്ത് പോകുന്ന ടിപ്പുവിൻ്റെ ഒരു പാലസ് ഉണ്ട്, ലാൽ മഹൽ പാലസ് എന്ന് പറഞ്ഞാൽ അവിടേക്കാണ് പോകുന്നത് കേട്ടോ. ഇത് ജസ്റ്റ് ആ ബോഡി കണ്ടൊരു സ്ഥലം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ടിപ്പു സുൽത്താൻ്റെ പാലസ് കാണാൻ വന്നതാണ്. അപ്പോൾ പാലസായിട്ടല്ല, ഇവിടെ എല്ലാം പൊളിഞ്ഞു പോയി കിടക്കുവാണ് കേട്ടോ. പക്ഷേ ഇതൊരു ആർക്കിയോളജിക്കൽ ഓഫ് ഇന്ത്യയുടെ മോണുമെൻ്റ് ആയിട്ട് കീപ്പ് ചെയ്തേക്കാണ്. ലാൽ മഹൽ പാലസ് എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. ഇത് നമ്മുടെ ലാൽ മഹൽ പാലസ് ആണ് ടിപ്പു സുൽത്താൻ്റെ പാലസിനെ പറയുന്നത്. ഇത് രംഗനാഥസ്വാമി ടെമ്പിളിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. ഫ്രഞ്ച് ബുഷ്മാൻ ഹു വിസിറ്റഡ് 1800 AD വിസിറ്റ് ചെയ്തു. അപ്പോൾ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ആൻഡ് ട്രാവലേഴ്സ് മെൻഷൻഡ് ഇഫ് ഇറ്റ് ടു ബി എ സ്പ്ലെൻഡഡ് ഡിസൈൻ എന്ന്. പിന്നെ ബിൽട്ട് ഓഫ് മാഗ്നിഫിക്കൻറ്റ് പ്രപ്പോർഷൻസ്, കണ്ടെയ്ൻ എ ഹ്യൂജ് ഓഡിയൻസ് ഹാൾ, മെഷറിങ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇവരൊരു ടിപ്പു സുൽത്താൻ്റെ ഡെത്തിന് ശേഷം ഇവിടെ ഇരുന്ന കുറച്ച് മെയിൻ മാനുസ്ക്രിപ്റ്റ്സ് ആൻഡ് ബുക്കുകളെല്ലാം ഇംഗ്ലണ്ടിലോട്ട് അവർ കൊണ്ടുപോയി. പിന്നെ ഈ
പാലസിൻ്റെ അടിയിൽ എക്സ്കവേഷൻസ്, അതായത് അണ്ടർഗ്രൗണ്ട് ട്രെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാനോൺ ബോൾസ് ഓഫ് അയൺ, പിന്നെ സ്റ്റോൺസ് വെയർ ഫൗണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ പാലസ് ഡിസ്മാൻഡിൽ ചെയ്തത് 1807, 1809 AD ഡ്യൂറിങ് കേണൽ വെൽസ്ലി റൂൾ സമയത്താണ് ഈ ഒരു പാലസ് ഡിസ്മാൻഡിൽ ചെയ്യുന്നത്. പാലസായിട്ട് കാണാനകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതൊരു യുനെസ്കോ, ഇതൊരു ഏൻഷ്യൻ മോണുമെൻ്റ് ആയിട്ട് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ കീപ്പ് ചെയ്തേക്കാണ്. ജസ്റ്റ് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു തകർന്നൊരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. ബട്ട് ഇത് നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു ഹിസ്റ്ററി പറയുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് കേണൽ ബെയ്ലീസ് ഡഞ്ചാണ്. അതായത് പ്രിസണേഴ്സിനെ ഇട്ടിരുന്നൊരു സ്ഥലമാണ് ഈ കേണൽ ബെയ്ലീസ് ഡഞ്ചൻ എന്ന് പറയുന്നത്. ഇതാണ് കേണൽ ബെയ്ലീസ് ഡഞ്ചൺ. ഇതെന്ന് പറഞ്ഞാൽ പ്രിസണേഴ്സിനെ ഇടുന്നൊരു സ്ഥലമായിരുന്നു താഴെ. അപ്പോൾ ഞങ്ങളങ്ങനെ ശ്രീരംഗപട്ടണത്ത് വന്നിട്ട് ഇവിടുത്തെ മെയിൻ സ്ഥലങ്ങളെല്ലാം പോയി കണ്ടു. ആദ്യം ടെമ്പിളിൽ പോയി, പിന്നെ നമ്മുടെ സമ്മർ പാലസിൽ പോയി, പിന്നെ പോയത് നമ്മളെ ത്രിവേണി സംഗമത്ത് പോയി, പിന്നെ പോയത് ഒരു ബെയ്ലീസ് ഡഞ്ചോണിൽ പോയി, പിന്നെ ലാൽ മഹൽ നമ്മുടെ ടിപ്പു സുൽത്താന്റെ പാലസ് എന്ന സ്ഥലത്ത് പോയി. ടിപ്പുവിന്റെ ഡെഡ് ബോഡി കിടന്ന സ്ഥലത്ത് കണ്ടു. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ശ്രീരംഗപട്ടണത്തുള്ളത്. അപ്പൊ നിങ്ങൾ മൈസൂർ വരുവാണെങ്കിൽ ജസ്റ്റ് 12 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നല്ല അടിപൊളി ആർക്കിയോളജിക്കൽ മോണുമെന്റ്സ് നമുക്ക് കുറെ കാണാം. കുറെ ചരിത്രങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്, അതായത് ടിപ്പു സുൽത്താന്റെ ഒരുപാട് വിശേഷങ്ങളും ഹിസ്റ്ററിയൊക്കെ ഉള്ളൊരു സ്ഥലം ഈ ഒരു ശ്രീരംഗപട്ടണത്താണ്. അപ്പോൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സോമനാഥപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോമനാഥ്പൂർ എന്ന സ്ഥലമാണ്. ഇവിടെ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് വന്നതാണ്. ഇന്ന് വേൾഡ് ഹെറിറ്റേജ് ഡേ ആയതുകൊണ്ട് ഇവിടെ എൻട്രി ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പം സോമനാഥ്പൂർ ആ സ്റ്റോണിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് പോയിട്ട് ഇവിടുത്തെ ഒരു ഹെറിറ്റേജ് സൈറ്റ് ഉണ്ട്, അത് പോയി കാണാം. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സോമനാഥപുരം ആ ഒരു ഹെറിറ്റേജ് സൈറ്റ് കണ്ടു. അടിപൊളി ഭംഗിയാണ് കേട്ടോ, കിട്ടില്ല ഭംഗിയുടെ അകത്ത്. നമുക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഫോട്ടോ എടുക്കാം മൊബൈലിൽ, ഡിജിറ്റൽ ക്യാമറ, ഫോട്ടോ എടുക്കാനുള്ള ക്യാമറ കൊണ്ടുപോകും. പക്ഷെ ഇത് കാണേണ്ട ഒരു സ്ഥലം തന്നെ, അടിപൊളിയായിരുന്നു കേട്ടോ. അല്ലേ, കിടിലായിരുന്നു അല്ലേ? ഒരു ടെമ്പിളാണ്, പഴയ ടെമ്പിളാണ്. അതിൽ ആ ഒരു കൊത്തുപണിയൊക്കെ അടിപൊളി വർക്കാണ് കേട്ടോ, കിടിലാണ്, കാണേണ്ടതാണ്. നമ്മുടെ 10 രൂപ നോട്ടിലൊക്കെ ഉള്ള ഹംപിയിലില്ലേ, അതേപോലത്തെ ഒരു ആർക്കിടെക്ചറാണ് ഇവിടെയും. അപ്പം ഇതാണ് വിറ്റ്ല ടെമ്പിൾ പോലെ. അങ്കിൾ പറയുന്നത് ഇംഗ്ലീഷ് ആൾക്കാർ, ബ്രിട്ടീഷുകാർ ഈ ടെമ്പിള് എന്താ ഫുൾ അറ്റാക്ക് ചെയ്ത് പൊളിച്ചു എന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും ഇത് കാണേണ്ട അടിപൊളി ഒരു സൈറ്റാണ് നമ്മുടെ സോമനാഥപുരത്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശ്രീരംഗപട്ടണം സോമനാഥപുരത്തൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ മൈസൂരിൽ നിന്ന് ജസ്റ്റ് അകത്തോട്ട് യാത്ര ചെയ്താൽ നമുക്ക് ശ്രീരംഗപട്ടണം, സോമനാഥപുരമുള്ള സ്ഥലങ്ങളൊക്കെ എത്തും. അപ്പോൾ സോമനാഥപുരത്ത് ഇങ്ങനെ അടിപൊളി ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ സോമനാഥപുരമൊക്കെ കണ്ട് നമ്മൾ അടുത്ത് എത്തിയത് മൈസൂരിലുള്ള ചാമുണ്ഡി ഹിൽസിലാണ്. ചാമുണ്ഡി ടെമ്പിളും ചാമുണ്ഡി ഹിൽസൊക്കെയാണ്. അപ്പോൾ വണ്ടി ഞാൻ വെളിയിൽ പാർക്ക് ചെയ്തു. അവിടെ മൾട്ടി ലെവൽ പാർക്കിംഗ് ഉണ്ട്, പക്ഷെ ഭയങ്കര ക്യൂ ആയതുകൊണ്ട് ഞാൻ വെളി റോഡിൽ പാർക്ക് ചെയ്തു. അപ്പോൾ ഈ ചാമുണ്ഡി ഹിൽസിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്തോ അതുവഴി പോയാൽ ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ ഗേറ്റ് വെച്ച് ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇതിനകത്തോട്ട് എൻട്രി വണ്ടിക്കില്ല, പക്ഷെ കുറച്ച് കാറൊക്കെ കിടപ്പുണ്ട്, എന്തെങ്കിലും അറിയില്ല. എന്തായാലും ഇവിടെ അവിടെയൊക്കെ ഉള്ളത് മൾട്ടി ലെവൽ പാർക്കിംഗ് ആണ്. അത്രത്തോളം തിരക്കുണ്ട് കേട്ടോ. ഞാൻ വണ്ടി പുറത്തിട്ടിട്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ ടെമ്പിളിൽ പോകുന്ന വഴി ഇവിടെ വലിയൊരു മഹിഷാസുരനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ ഒരു സർക്കിളിൻ്റെ നടുക്കായിട്ട്. ഇവിടെ നിന്നാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. വലിയൊരു മഹിഷാസുരനെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇവിടെ കുറച്ച് ആൾക്കാർ ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട് കേട്ടോ, മഹിഷാസുരനെ കൊണ്ടുവരുത്തി. അങ്ങനെ നമ്മളത് അമ്പലത്തിൻ്റെ അവിടെ എത്തി. ഇവിടെയും ഒരുപാട് കടകളും അതുപോലെ പാർക്കിങ്ങും ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വണ്ടി ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഹില്ലിൻ്റെ മേളിലിരിക്കുന്ന ഒരു അമ്പലമാണ് ഈ ചാമുണ്ഡി ഹിൽസ്, ചാമുണ്ഡി ടെമ്പിളാണ്.
അപ്പോൾ ടെമ്പിളിൽ കയറാൻ പറ്റുമെന്ന് പറയാം. നല്ല കണക്കാണെങ്കിൽ നമ്മൾ വെളിയിൽ തൊഴാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നോക്കട്ടെ. ഫുൾ കടകളാണ്. രണ്ട് സൈഡിലും പൂജാ സാധനങ്ങൾ കിട്ടുന്ന കടകളുണ്ട്. പിന്നെ ജ്യൂസ്, കോണ്, മാങ്ങ, വാട്ടർമെലൺ, പൈനാപ്പിൾ അങ്ങനെയെല്ലാം ഇവിടെ കിട്ടുന്ന കടകളുണ്ട്. ഇതാണ് ടെമ്പിളിൻ്റെ ഗോപുരം എന്ന് പറയുന്നത്. ഇതിനകത്താണ് നമ്മുടെ അമ്പലം കേട്ടോ. ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ട്. അതോടൊപ്പം ഇവിടെ ടിക്കറ്റ് കൗണ്ടർ എടുക്കാനുള്ള ഒരു ക്യൂ, ഒരു ലോങ് ക്യൂ ഉണ്ട് കേട്ടോ. ഇതാണ് ആ ടെമ്പിളിൻ്റെ മെയിൻ ഗോപുരമാണ് ഈ കാണുന്നത് കേട്ടോ. അകത്ത് നല്ല തിരക്കുണ്ട്. പിന്നെ സ്പെഷ്യൽ എൻട്രി ഉണ്ട് 100 രൂപ. അതല്ലാതെ ജനറൽ ക്യൂ ഉണ്ട്. നമുക്ക് ഈ കൗണ്ടർ ടിക്കറ്റ് ഓരോ പൂജയ്ക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ടിക്കറ്റ് എടുക്കാനായിട്ട് അതിന് ഒരു ലോങ് ക്യൂ ഉണ്ട്. അപ്പം അകത്തും അതേപോലെ നല്ല ക്യൂ ഉണ്ട്. ഈ ടിക്കറ്റ് എടുക്കുന്ന ഒരു ക്യൂ ആണ്. ഈ ലോങ് ക്യൂ കാണുന്നത് അവിടെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് ടിക്കറ്റ് എടുക്കാറുണ്ട്. ഇതാണ് നമ്മുടെ ശ്രീ ചാമുണ്ടേശ്വരി ടെമ്പിൾ, ചാമുണ്ഡി ഹിൽസിലുള്ള ടെമ്പിളായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചാമുണ്ഡി ടെമ്പിളിൻ്റെ അവിടേക്ക് പോയി തൊഴുത് തിരിച്ചു വന്നു. അകത്ത് കയറാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു. നല്ല രസമാണ് കേട്ടോ. ഇതൊരു ഹില്ലിലാണ് ഇരിക്കുന്നത്, ഭയങ്കര രസമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേ നമ്മളോട് ഐറ്ററുടെ തീരാണ്. അപ്പോൾ നമ്മളിന്ന് പോയ സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് ശ്രീരംഗപട്ടണം, സോമനാഥപുരം, ഇപ്പം ചാമുണ്ഡി ടെമ്പിള്. അപ്പോൾ ഒരു 1 ഡേ കറങ്ങാനായിട്ട് ഈ 3 സ്ഥലം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു 1 ഡേ വീഡിയോ മൈസൂരിൽ കറങ്ങാൻ എവിടെയൊക്കെ പോകാം അങ്ങനെയുള്ള വീഡിയോസാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പറഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. If you not subscribe channel, please do subscribe and hit the bell icon to notification for our next video. This is Shark Cup. Bye. Bye.